8ാമത്തെ ടെലിമീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ണർമാർക്കും എൻ്റെ സ്വാഗതം. ഞാൻ രമേഷ് ബാബു വടകര. മാറുന്ന കാലഘട്ടത്തിൻ്റെ പുതിയ മുദ്രാവാക്യം പേൾവിൻ കമ്മ്യൂണിറ്റി മെറ്റ എന്ന PVC മെറ്റയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനാഴത്തിൽ പഠിക്കാനും അറിവ് നേടാനും വേണ്ടിയാണ് നമ്മൾ ഈ സാധനത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. PVC മെറ്റ എന്ന സാമ്പത്തിക ആശയം നമുക്കായി ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച ഡോക്ടർ ഡാനിയൽ ജോൺസൺ സർ, പിന്നെ നമുക്കായി ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് വേണ്ടി പഠിച്ച് നമുക്ക് വേണ്ടി അവബോധം പകർന്നു നൽകിയ നമ്മുടെ ഗ്രേറ്റ് മെന്റർ മൈസൂർ അശോകൻ സർ സ്വാഗതം ചെയ്യുന്നു. രാജീവൻ സർ വടകരയാണ്, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സർ, രാജീവൻ സർ, പ്ലീസ് മീറ്റിംഗ് സ്റ്റാർട്ട്. ഓക്കെ സൗണ്ട് ക്ലിയർ ആണോ രമേശ് സർ? ഓക്കെ സർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പോ എന്റെ പേര് രാജീവൻ, വടകരയാണ് സ്ഥലം. അപ്പം പാർട്ട്നേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന, അതായത് 208ാമത്തെ ആഴ്ചയിലെ ടെലിമീറ്റിലാണ് നമ്മൾ ഏവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മീറ്റിങ്ങിൽ എന്നെ ഏൽപ്പിച്ച കാര്യം എന്ന് പറയുന്നത് പേൾവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ലീഡേഴ്സ് എല്ലായ്പ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പേൾവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാസമുദ്രമാണ് എന്ന്. അപ്പോൾ ആ സമുദ്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെള്ളം എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളത് പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൈക്കുമ്പിളിൽ വേണമെങ്കിൽ ആ വെള്ളം എടുക്കാം, അതല്ലെങ്കിൽ ഒരു ബക്കറ്റ് കൊണ്ട് മുക്കിയെടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു പമ്പ് സെറ്റ് ചെയ്തുകൊണ്ട് ആ വെള്ളം നമുക്ക് കോരി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുപോലെ തന്നെ പേൾവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, അതൊരു വലിയ വിജ്ഞാന സാഗരമാണ്. അപ്പം നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജികൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പേൾവിൻ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലുള്ള എല്ലാ ടെക്നോളജികളെ പറ്റിയും നിലവിലുള്ള പുതിയ ടെക്നോളജികളെ പറ്റിയും ഒക്കെ മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു അവസരമാണ് പേൾവിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, സീഡ് ഫണ്ടിങ്, ടോക്കൺ ഫാമിങ്, ക്രിപ്റ്റോ കറൻസി, NFT, ബ്ലോക്ക് ചെയിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അത് എന്താണ് എന്ന് തിരിച്ചറിയാനും ഒക്കെ കിട്ടിയ ഒരു അവസരമാണ് ഈ ഒരു പേൾവിൻ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഗ്രേറ്റ് ലീഡറായ നമ്മെ വിട്ട് KK രവികുമാർ സാറ് നമ്മളോട് ഓരോ മീറ്റിങ്ങിലും പറയുന്ന ഒരു കാര്യമുണ്ട്, പേൾവിന്റെ ഒരു മീറ്റിംഗ് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ് എന്ന്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? ഒരു മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുത്തത് കൊണ്ട് എന്ത് ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്? അദ്ദേഹം എന്ത് അർത്ഥത്തിലാണ്, അല്ലെ എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. നമുക്കിപ്പോൾ ഒരു ലോട്ടറി അടിക്കണം, ഒരു ബമ്പർ ലോട്ടറി, കേരള ഗവൺമെന്റിന്റെ ഒരു ബമ്പർ ലോട്ടറി നമുക്ക് അടിക്കണം. അപ്പൊ അത് അടിക്കണമെങ്കിൽ അതിൻ്റെതായ ചില വഴികൾ നമ്മൾ തുറന്നിടണം. അതായത് ആ ബമ്പർ എന്ന് പറയുന്ന ആ നറുക്കെടുപ്പിന്റെ ലോട്ടറി നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ അതിനാവശ്യമായ പണം നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ആ ഒരു ലോട്ടറി നമ്മളിലേക്ക് അടിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അടിക്കുകയുള്ളൂ. വെറുതെ അടിക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് പേൾവിനെ കുറിച്ചും പറയാനുള്ളത്. പേൾവിൻ എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരാനുള്ള വഴികൾ നമ്മൾ തുറന്നിടണം. പക്ഷെ ആ വഴികൾ നമുക്ക് തുറന്നിടണമെങ്കിൽ ആ വഴികളെ പറ്റി നമുക്ക് നല്ല രീതിയിൽ അറിവ് വേണം, നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള അവസരമാണ് പേൾവിന്റെ ഓരോ മീറ്റിങ്ങുകളും എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രസ്ഥാനവുമായി, അല്ലെ ഈ ഒരു പേൾവിൻ എന്ന് പറയുന്ന ഒരു വർക്കുമായി നമ്മൾ ജനങ്ങളെയാണ് സമീപിക്കുന്നത്.
അപ്പം ജനങ്ങള് പിന്നെ അപ്പൊ നമ്മൾ ഇത് പോകുന്ന സമയത്ത് പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് ആളെ പിടിക്കുന്നതല്ലേ, അല്ലെ ആളെ ചേർക്കുന്ന ഒരു സിസ്റ്റം അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഈ ആളെ പിടിക്കുക അല്ലെങ്കിൽ ആ ജനങ്ങളെ ചേർക്കാതെ അല്ലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു സിസ്റ്റവും നമ്മുടെ ലോകത്ത് ഇന്ന് ഇല്ല എന്നുള്ളത് സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇങ്ങനെ പോകുന്ന അവസരത്തില് പിന്നെ നമ്മുടെ ജനങ്ങള് നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഒരു ചോദ്യമാണ്, പിന്നെ ഞങ്ങളോടൊക്കെ പിന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന അവസരത്തിൽ അവർ ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട്, പിന്നെ അതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിയത് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളും വന്നത് അതുപോലുള്ള മറ്റൊരു പ്രസ്ഥാനമായിട്ടല്ലേ വന്നത്, ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നിങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് ഉള്ളത് എന്നൊരു ചോദ്യം അവർ ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ നമുക്കതിന്റെ കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് തലയും കുനിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായ ഉത്തരം നമ്മൾ കണ്ടെത്തണം, എങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ ആ ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു 3-4 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനമായി നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ പിന്നിൽ ഉള്ള ശക്തി ആരാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ശക്തിക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അവരുടെ ലക്ഷ്യം എന്താണ്, അവര് എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വളരെ നല്ലൊരു പിന്നെ ബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് റോത്ത്ചൈൽഡ് ഫാമിലി എന്നൊരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് അതെന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. റോത്ത്ചൈൽഡ് ഫാമിലി ആരാണ്? റോത്ത്ചൈൽഡ് ഫാമിലി. അപ്പൊ ഇത് പറയുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങളും കൂടി പരിശോധിക്കാം. നമ്മളിപ്പോ ഇന്ത്യയെ പറ്റി പിന്നെ പറയുന്നതാണെങ്കിൽ സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ വലിയൊരു ശതമാനം കിടക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് കുറച്ച് കുടുംബങ്ങളാണ് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളാണ് എന്നുള്ളത്. ഇപ്പം ടാറ്റ, ബിർള, അംബാനി, അദാനി എന്നൊക്കെയുള്ള ഒരുപാട് കഥകൾ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു തൊഴിലന്വേഷകൻ ആയിട്ട് മാറുന്ന അവസരത്തില് അപ്പൊ ആ പിന്നെ തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തി ചില കമ്പനികളിൽ കിട്ടിയാൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ എനിക്ക് ജോലി കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും എന്ന് സ്വപ്നം കാണുന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിക്കാണെങ്കിൽ നമ്മൾ വിപ്രോ അല്ലെങ്കിൽ ഇൻഫോസിസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ കിട്ടിയാൽ വളരെ നല്ലതായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. അത് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? അത് ചിന്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് പിന്നെ ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പിന്നെ കപ്പാസിറ്റി അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവിടെ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരിക്കുമെന്നുള്ള ഒരു പിന്നെ ചിന്ത നമ്മളിലേക്ക് വന്നു ചേരാനുള്ള കാരണം. അപ്പൊ അതുപോലെ നമ്മൾ പിന്നെ ചിന്തിക്കുന്ന അവസരത്തിൽ ഈ റോത്ത്ചൈൽഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്ന ഒരു ഫാമിലിയാണ് പിന്നെ ഈ റോത്ത്ചൈൽഡ് ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക രാജ്യങ്ങള് ജപ്പാൻ, ബ്രസീല്, അത് ഒരു കാലത്ത് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ കടമെടുത്ത ഒരു കുടുംബമാണ് ഈ ഒരു കുടുംബം. അതുപോലെ തന്നെ അമേരിക്കയുടെ പിന്നെ സാമ്പത്തിക വിനിയോഗം നടക്കുന്ന US ഫെഡറൽ പിന്നെ റിസർവിന്റെ 80% കൈകാര്യം ചെയ്യുന്ന ഒരു കുടുംബം. പിന്നെ അതുപോലെ തന്നെ ലോകത്തിലെ വമ്പൻ കമ്പനികളെ നിയന്ത്രിക്കുന്ന കുടുംബം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരം സ്വന്തമായിട്ടുള്ള ഒരു കുടുംബം. അതുപോലെ തന്നെ ലോകത്തിലെ പിന്നെ ഒട്ടുമിക്ക സാങ്കേതിക വിദ്യകളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബം. അങ്ങനെയുള്ള ഒരു വലിയ കുടുംബമാണ് ഈ റോത്ത്ചൈൽഡ് ഫാമിലി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് പിന്നെ അത് ഏകദേശം കണക്കാക്കിയത് 2.5 ട്രില്യൺ US ഡോളർ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബത്തിന്റെ GDP എന്ന് പിന്നെ ഏകദേശം കണക്കാക്കിയത് 500 ട്രില്യൺ ഡോളർ എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ GDP-യുടെ 200 മടങ്ങ് വലുതാണ് ഈ ഒരു കുടുംബത്തിന്റെ GDP ആണ്. അതായത് 200 ഇന്ത്യയുടെ സാമ്പത്തിക കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത്രയും വലിയ കപ്പാസിറ്റി ഉള്ള ഒരു കുടുംബമാണ് ഈ ഒരു പിന്നെ പ്രസ്ഥാനത്തിന്റെ പിന്നിലുള്ള റോത്ത്ചൈൽഡ് ഫാമിലി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ പിന്നെ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള ആധുനിക കാലത്തെ ഒരു ബിസിനസ് അവസരത്തിലാണ് നമ്മൾ ഇന്ന്
ഒത്തുകൂടിയിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ആദ്യമേ തിരിച്ചറിയുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. പിന്നെ ഇതുപോലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ പൊട്ടി തകർന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് പരിശോധിക്കുന്ന സമയത്ത് ഇതിന്റെ കാരണം എന്ത്, അല്ലെ ഇതിൽ നടക്കുന്ന സംഭവം എന്തെന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കാര്യം കാണാം. നമ്മുടെ ഇന്ന് നിലവിലുള്ള എല്ലാ സിസ്റ്റങ്ങളും പ്രവർത്തിക്കുന്ന, എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ആ ഒരു സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം? അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം ഓർ ഓർഗനൈസേഷൻ വേർ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി, കൺട്രോൾ ആൻഡ് ഡാറ്റ സ്റ്റോറേജ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ സിംഗിൾ അതോറിറ്റി ഓർ എ സിംഗിൾ സെർവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണത്? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഒരു സിസ്റ്റത്തില്, അതായത് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തില് ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ നിയന്ത്രണം, ഇതിന്റെ ഡാറ്റകൾ സൂക്ഷിക്കുന്നത്, അതുപോലെ ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്. അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ഒരു സെർവറിൽ ആണ് എന്ന കാര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഇന്ന് നിലവിലുള്ള ഏകദേശം എല്ലാ സിസ്റ്റങ്ങളും ഇതിന്റെ ഉദാഹരണങ്ങൾ. നമ്മുടെ എല്ലാ ബാങ്കുകള്, അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ധനകാര്യ സ്ഥാപനങ്ങള്, ഗവൺമെന്റ് ഏജൻസികള്, കോർപ്പറേറ്റ് നെറ്റ്വർക്കുകൾ, അങ്ങനെ തുടങ്ങി ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ഉള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാല് അപകടമുണ്ട്, അതുപോലെ തന്നെ ഇതില് സുഖമുണ്ട്. അപ്പൊ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വ്യക്തി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനിക്കാനും ആ തീരുമാനം മറ്റുള്ളവരിലേക്ക് നടപ്പാക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പൊ ഇവിടെയുള്ള വേറെ അപകടം എന്ന് പറഞ്ഞാല്, ഈ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ അത് എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഈ സിസ്റ്റം തന്നെ ഇല്ലാതാകാനുള്ള ഒരു കാരണമായി അത് തീരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഉദാഹരണമല്ല, നമ്മുടെ ഇപ്പം നടക്കുന്ന ഒരു സംഭവം. നമ്മുടെ ഇന്ന് ഒരു ഫോൺ എടുത്ത് വേറൊരു വ്യക്തിയെ വിളിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന മെസ്സേജ്, ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഇന്ന വിധത്തിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു മെസ്സേജാണ് നമുക്ക് ഇതിൽ ആദ്യം തന്നെ വരുന്നത്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക തുടങ്ങിയ മെസ്സേജുകളാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ് നമുക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? മൂന്നാമതൊരു വ്യക്തിക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു കയറാൻ കഴിയും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഈ ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മുന്നറിയിപ്പ് തരുക എന്ന് പറഞ്ഞാല്, എത്ര കാലം ഈ ഒരു മുന്നറിയിപ്പ് കേട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൂടി കടന്നു പോകാൻ കഴിയും? നമ്മുടെ നിക്ഷേപം സുരക്ഷിതമല്ല, അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മളോട് എല്ലാ ദിവസവും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ധൈര്യപ്പെട്ട് നമ്മൾ നിക്ഷേപം, അല്ലെ നമ്മളെ അധ്വാനിച്ച സമ്പത്ത് മുഴുവൻ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ എന്ന കാര്യമാണ്. അപ്പൊ അവിടെ സുരക്ഷിതമില്ല എന്ന് നമ്മളോട് മുൻകൂട്ടി തന്നെ പറയുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഈ ഒരു പ്രശ്നത്തിനുള്ള അടുത്ത പരിഹാരം എന്ത് എന്ന് നമ്മൾ നോക്കണം. അപ്പൊ ഈ ഒരു പ്രശ്നത്തിനുള്ള പുതിയ പരിഹാരമാണ് നമ്മളിപ്പം പറയുന്ന ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ് സിസ്റ്റം ഓർ നെറ്റ്വർക്ക് വേർ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി, കൺട്രോൾ ആൻഡ് ഡാറ്റ സ്റ്റോറേജ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് മൾട്ടിപ്പിൾ എൻറ്റൈറ്റീസ് ഓർ നോഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? അപ്പൊ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ നിയന്ത്രണം, അതുപോലെ തന്നെ ഇതിന്റെ ഡാറ്റ സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിലേക്കാണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരുപാട് സെർവറുകളിലേക്കാണ് കിടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലാണ് നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിലാണ് ഇന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ബ്ലോക്ക് ചെയിൻ സിസ്റ്റം, ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്, പിയർ ടു പിയർ P2P നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ഡെഫി, അങ്ങനെയുള്ള പുതിയ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് പ്രവർത്തിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിലേക്ക്. അപ്പൊ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സിസ്റ്റത്തില് മൂന്നാമതൊരു വ്യക്തിക്ക് കടന്നു കയറാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, ഒരു വ്യക്തി എടുക്കുന്ന ഈ ഒരു തീരുമാനത്തിന് പകരം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇതിലുള്ള
ഡാറ്റകളും മറ്റും സ്റ്റോർ ചെയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ പല കമ്പ്യൂട്ടറുകളിലാണ് എന്നൊരു അവസ്ഥ കൊണ്ട് തന്നെ ഒന്നിന് ഒരു ഭാഗത്ത് നഷ്ടം സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചാലും മറ്റ് കാര്യങ്ങൾ ഒന്നിനും എന്തില്ല, കേടുപാടുകൾ സംഭവിക്കില്ല എന്നതാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്, ഇതിൽ ഏറ്റവും വലിയ സുതാര്യതയുണ്ട്, ഇതിൽ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉണ്ട് എന്ന ഒരു കാര്യമാണ് ഇതിൽ ഉള്ളത്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ഇനി ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജി സാറൊക്കെ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് വീണ്ടും ഒന്ന് ആവർത്തിക്കുക എന്നത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് ആ ഒരു ഉദാഹരണത്തിന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു വീട് അല്ലെങ്കിൽ ഒരു റൂമിൽ 5 പേര് നമ്മൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് വെച്ചോ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതിന്റെ ഒരു മാസത്തെ ചെലവ് കണക്കുള്ള, ഭക്ഷണത്തിന്റെ ആയിക്കോട്ടെ മറ്റുള്ള ചെലവ് കണക്കായിക്കോട്ടെ, അങ്ങനെയുള്ള ചെലവുകളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരവസ്ഥ. അപ്പൊ ആ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് അത് മാസാവസാനം എന്ത് ചെയ്യുന്നു, ഈ ഒരു ടോട്ടൽ സംഖ്യ ഡിവൈഡ് ചെയ്തുകൊണ്ട് 5 പേരും ഭാഗിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു വ്യക്തിക്ക്, പുസ്തകം കൈകാര്യം ചെയ്യുന്ന ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നു ഇതിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എനിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിൽ തട്ടിപ്പ് നടത്താൻ പറ്റും. അതിൽ കണക്കുകളിൽ കൃത്രിമം കാട്ടി അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സിസ്റ്റത്തെയാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു വ്യക്തിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഈ കൂട്ടത്തിലുള്ള മറ്റൊരു വ്യക്തി ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഈ വ്യക്തി ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ ഈ തട്ടിപ്പ് നടത്തുന്നത് മാത്രമല്ല, ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവരുടെ ആ ഗ്രൂപ്പ് തന്നെ അടിച്ചു പിരിയാനുള്ള സാധ്യതയുണ്ട്, പൊട്ടിപ്പൊളിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്തിട്ട് ഇതിനെന്താണ് ഒരു പരിഹാരം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു കാര്യം 5 പേരും എന്ത് ചെയ്യുക, 5 പുസ്തകങ്ങളിൽ ഈ ഒരു കാര്യം എഴുതി വെക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അതോടൊപ്പം എന്ത് ചെയ്യുന്നു, ഈ 5 പുസ്തകങ്ങളിലും അല്ലെ 5 പേരും അറിയാതെ ഒരു കാര്യവും ഈ ഒരു പുസ്തകത്തിൽ വരാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിന് ഇവർ എത്തുന്നു. അപ്പൊ അങ്ങനെ 5 പേരും ഈ കാര്യങ്ങൾ ഓരോ ദിവസത്തെ അല്ലെങ്കിൽ കണക്കുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഒരു പുസ്തകത്തിൽ തിരുത്തൽ വരുത്തിയാൽ ബാക്കി 4 പേരുടെ പുസ്തകത്തിലും അത് മാറ്റം വരാതെ നിൽക്കും. ഇതിലെ 2 വ്യക്തി മാറ്റം വരുത്തിയാൽ ബാക്കി 3 പേരുടെ പുസ്തകത്തിലും മാറ്റം വരാതെ നിൽക്കും. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അതുപോലെ തന്നെ ഇതിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് കൂട്ടായി നമ്മൾ 5 പേരാണ്, 5 പേരും തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമേ നടപ്പാക്കൂ. ഇനി അതല്ലെങ്കിൽ അതിന്റെ ഭൂരിപക്ഷം ആളുകൾ തീരുമാനിച്ച് എല്ലാവരും അംഗീകരിച്ച ഒരു തീരുമാനം മാത്രമേ നടപ്പാകൂ എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് ഇതിന്റെ സുതാര്യത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ഇന്ന് ഇത് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഈ PVC മെറ്റ അല്ലെങ്കിൽ പേർവിൻ ഇന്റർനാഷണലിന്റെ ഈ ഒരു പ്രോജക്റ്റുകളെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തെ പറ്റി നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിസർവ് ഫണ്ട് എന്നാണ്. ഉദാഹരണത്തിന് നമ്മുടെ റിസർവ് ബാങ്ക് നമ്മുടെ രാജ്യത്ത് നോട്ടടിക്കുന്നു. ഈ നോട്ടടിക്കുന്ന സമയത്ത് ആ പേപ്പറിൽ കുറെ കാര്യങ്ങൾ അടിച്ച് ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതല്ല. ആ നോട്ടിന് വില ഉണ്ടാവണമെങ്കിൽ ആ നോട്ടിന് പിന്നില് അതിന് അത്രയും സ്വർണം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളൊരു കണക്കുണ്ട്. അതല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഡോളർ സൂക്ഷിക്കണം എന്നുള്ള ഒരു കണക്കുണ്ട്. അപ്പൊ ആ വിധത്തിലാണ് അതിന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പരാജയപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തുക, അതിലെന്തെങ്കിലും സംഭവിച്ചാൽ അത് പൊളിയുക എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിൽ ഇതിന്റെ ലിക്വിഡിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് ആവശ്യമായ എത്രയോ പണം എന്ന് അത് മുൻകൂട്ടി കെട്ടിവെക്കുന്ന ഒരവസ്ഥയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഷാജി സാറും നമ്മുടെ അശോകൻ സാറൊക്കെ പറയുന്ന ഇത് സെക്യൂരിറ്റി ഭാഗമായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഡാവോ, അതുപോലെ തന്നെ IRS, അമേരിക്കൻ റവന്യൂ വകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട IRS, ആ നിയമങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ അങ്ങനെ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മുന്നിലുള്ള ആളുകളെ മുഖത്ത് നോക്കി അല്ലെ കണ്ണിൽ നോക്കി അതല്ലെങ്കിൽ നമുക്ക് നെഞ്ചത്ത് കൈവച്ച് ഈ ഒരു കാര്യം കൃത്യമായി അവരോട് പറയാനും
അവരെ ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തിലെ പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പൊ അടുത്ത ഒരു ആഴ്ചക്കുള്ളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഫോണുകളിൽ, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരു കാര്യം ഈ ജിയോ എന്ന് പറയുന്ന ടെലികോം ഡിപ്പാർട്ട്മെന്റ്, ടെലികോം മേഖല, ഈ ടെലികോം മേഖല ഈ ഒരു സിസ്റ്റത്തിലേക്ക് NFT എന്ന് പറയുന്ന, അതായത് പോളിഗൺ എന്ന് പറയുന്ന ഒരു NFT ടോക്കണുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഈ അടുത്ത് വരുന്ന അതൊരു സമ്മേളനം ഉത്തർപ്രദേശിൽ നടക്കുന്ന, അപ്പൊ അതിന്റെ അത്രയും കാര്യങ്ങൾ നിലവിലെ സംവിധാനത്തിന് ചെയ്തു തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ NFT ടോക്കൺ സിസ്റ്റത്തിലേക്കും ഒക്കെ വരുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റൂ, മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ മാറി വരുന്ന ടെക്നോളജിയും മാറി വരുന്ന സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക, അതിൽ മുൻകൂട്ടി നമുക്ക് ഒരു അവസരം കിട്ടി എന്നതാണ്. അത് നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോ ഇതിന്റെ പേൾവിന്റെ കുറെ കാര്യങ്ങൾ, എന്താണ് പേൾവിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. പേൾവിന്റെ 6 പ്രോജക്റ്റുകൾ, DP പ്രോജക്റ്റ്, അത് അതുപോലെ തന്നെ അത് മുന്നേ നടന്നൊരു പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ PVC മെറ്റ എന്ന് പറയുന്ന NFT ടോക്കൺ പ്രോജക്റ്റ്, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ വൺ വേൾഡ് വൺ സിം, ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഇതിൽ വരാൻ പോകുന്ന e-commerce, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ പ്രവേശിക്കണം. അതുപോലെ തന്നെ ഇതിൽ വന്നാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു 6 പ്രോജക്റ്റിന്റെ പാർട്ട്ണർമാരായി നമ്മൾ മാറുന്ന അവസ്ഥ, അതുപോലെ തന്നെ PVC മെറ്റ എന്ന് പറയുന്ന ഈ ഒരു ക്രിപ്റ്റോ ടോക്കൺ വാങ്ങി സൂക്ഷിക്കാനുള്ള ഏറ്റവും പറ്റിയ ഒരു അവസരമാണിത്. അപ്പൊ ഇത് ഭാവിയിൽ എന്തൊക്കെയായിരിക്കും ഇതിന്റെ സാധ്യതകൾ, ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ നമുക്ക് ഒരു പൈസ പോലും നഷ്ടപ്പെടാതെ നമ്മുടെ സമ്പാദ്യം വലിയൊരു സമ്പാദ്യമാക്കി മാറ്റാനുള്ള അവസരമൊക്കെ ഇതിന്റെ ടോക്കൺ ഫാമിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മൊത്തമായി നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.